തിരുവല്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം. 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഇന്ന് പുലർച്ചെയോടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. മലയാളം വിഭാഗം അധ്യാപികയുടെ മാനസിക പീഡനമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, വ്യാജപരാതികൾ നൽകുന്നു, ഇന്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തി തിരുവല്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ മലയാളം വിഭാഗം അധ്യാപികയ്ക്കെതിരെ കുറച്ചു ദിവസങ്ങളായി സമരത്തിലായിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥിയാണ് ഇന്ന് പുലർച്ചെയോടെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെ രാത്രി വളരെ മെൻ്റലി ടയേർഡായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഒച്ച കേട്ട് പോയതാണ്. അപ്പോൾ അവ തൂങ്ങിക്കിടക്കുന്നേ ഞാൻ കണ്ടേ. കയറ് കഴുത്ത് പിടിച്ച് നിൽക്കുന്നതാണ്. ഞാൻ കാല് കയറി പിടിച്ച് ഒച്ച വെച്ച്. അപ്പോൾ എല്ലാവരും കയറി വന്ന് അങ്ങനെ നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അധ്യാപികയുടെ മാനസിക പീഡനവും കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയുമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് മൊഴി. ഞങ്ങളെ സ്ഥാപനത്തിലെ മലയാളം വിഷയ അധ്യാപക മെലീന ജെയിംസ് ടീച്ചറാണ് ഇതിനൊക്കെ കാരണം. ടീച്ചർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തോൽപ്പിക്കുമെന്ന് പറയുകയും ഇപ്പോൾ പാർട്ടിയിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണോ ഇപ്പോൾ ഞങ്ങളെല്ലാത്തിനും മുമ്പിൽ നിന്ന് അവനായിരുന്നു. അപ്പോൾ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അല്ലാതെയും തോൽപ്പിക്കും, അങ്ങനത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.